ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇയ്യാൻ്റെ വീട് വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും കുട്ടികളായിരുന്നു പോയത്. ഒരു ചക്ക വെക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ പോയത്. അപ്പോൾ ഞാനും ഇയ്യും കൂടി പെട്ടെന്ന് തന്നെ ചക്കയൊക്കെ ഒരുക്കലാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുക്കാൻ പറ്റുന്ന ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഇത്ത തന്നതാണ്. അപ്പോൾ കുനുകുനിയായിട്ട് നമ്മൾ ചക്കയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. വൈകുന്നേരമായി കേട്ടോ, ഒരു 5:30 സമയമായി. ഉമ്മ തുണിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഈ ചക്കപ്പണിയിലാണ്. അപ്പോൾ ചക്കയിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് കരിവേപ്പിലയും ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ കുക്കറിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുരുമുളകും മഞ്ഞളും ഗരം മസാലയൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അറിയുന്ന ആളായതുകൊണ്ട്, ഇറച്ചിക്കാരനായതുകൊണ്ട് പോത്തിൻ്റെ കാലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരപ്പിനായിട്ട് തേങ്ങയും പച്ചമുളകും പെരിഞ്ചീരകവും അതേപോലെ വെളുത്തുള്ളിയും ചെറിയുള്ളിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ ചക്കയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച അരപ്പും എല്ലും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വലിയൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലിട്ട ചക്കയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ കാലൊക്കെ ചേർന്നുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചക്കയും കപ്പയൊക്കെ നമ്മൾ എന്നും ഇതേപോലെ ഇയ്യാൻ്റെ വീട്ടിൽ നിന്നാണ് വെക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് അങ്ങ് കഴിക്കാമല്ലോ. ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു സന്തോഷമാണല്ലോ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്ന് പറയുമ്പോൾ അതങ്ങ് പെട്ടെന്ന് തീരുകയും ചെയ്യും. ഭയങ്കര സന്തോഷമാണ്, ഒരു പോസിറ്റിവിറ്റി എപ്പോൾ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അത് പാപ്പാൻ്റെ വീട്ടിലായാലും അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാവരും ഉണ്ടെങ്കിൽ ചക്കയും കപ്പയും ഒക്കെ നമ്മൾ ഇതേപോലെ വെച്ചിട്ട് ഒരുമിച്ചിരുന്നൊരു കഴിക്കലുണ്ട്. അതൊരു പ്രത്യേക ഫീലാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.